ചാലക്കുടി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ കണക്കൻകടവിൽ സ്ഥാപിച്ചിട്ടുള്ള ലോഹനിർമ്മിത ഷട്ടറുകൾ തകർന്നു. ഇത് കുടിവെള്ളം മുട്ടിക്കുന്നതിനൊപ്പം കൃഷിയെയും ബാധിക്കുന്നു. ചാലക്കുടി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുന്ന അവസ്ഥയാണുള്ളത്. ചാലക്കുടി പുഴയെ ആശ്രയിച്ച് നിരവധി ജലസേചന പദ്ധതികളും കുടിവെള്ള പദ്ധതികളും ഒക്കെ നിലവിലുണ്ട്. കർഷകരാണെങ്കിൽ വലിയ ആശങ്കയിലാണ്. ഒരു ഷട്ടർ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലായതിനാൽ താഴ്ത്താൻ കഴിയുന്നില്ല. മറ്റു ഷട്ടറുകൾ താഴ്ത്തിയതിന്റെ പ്രയോജനം ലഭിക്കുന്നുമില്ല. ചോർച്ച തടയുന്നതിന് ചടങ്ങ് പോലെ ഷട്ടറുകൾ അറ്റകുറ്റപ്പണികൾ നടത്താറുണ്ടെങ്കിലും അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാറില്ലെന്നാണ് ആക്ഷേപം. ഷട്ടർ ഇരിക്കുന്ന ഭാഗത്തെ കോൺക്രീറ്റ് തകർന്ന നിലയിലായതിനാൽ ഉപ്പുവെള്ളം കയറുന്നത് പതിവാണ്. മഴ കുറഞ്ഞതോടെ പുഴയിലെ ജലനിരപ്പ് താഴ്ന്ന് കായലിൽ നിന്ന് ഉപ്പുവെള്ളം ചാലക്കുടി പുഴയിലേക്ക് കയറുന്ന അവസ്ഥയിലായി. എല്ലാ വർഷവും നവംബർ ആദ്യം താൽക്കാലിക മണൽ തടയണ നിർമ്മിച്ചാണ് ഉപ്പുവെള്ളം തടയുന്നത്. ഇതിനായി 30 ലക്ഷത്തോളം രൂപയാണ് ഓരോ വർഷവും ചെലവഴിക്കുന്നത്. ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനൊപ്പം പുഴയിലെ അധിക ജലം കായലിലേക്ക് ഒഴുക്കിവിടുന്നതും ഈ ഷട്ടറുകൾ തുറന്നാണ്. പുഴയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ഈ ഷട്ടർ പ്രയോജനപ്പെടും. കണക്കൻകടവിൽ ഷട്ടർ നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കാൻ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഉപ്പ് കാരണം കൊണ്ട് പച്ചക്കറിയൊക്കെ നശിച്ചു പോവുള്ളൂ. മഴ പെയ്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കാണ്. പുഴയിൽ ഉപ്പാണ്, വെള്ളമടിക്കാൻ പറ്റണില്ല. തൃശൂർ ജില്ലയിലെ അന്നമനട, കുഴൂർ, പൊയ്യ പഞ്ചായത്തുകളും എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര, കുന്നുകര, പാറക്കടവ് പഞ്ചായത്തുകളുമാണ് ഉപ്പുവെള്ള ഭീഷണിയിലായിരിക്കുന്നത്. ഷട്ടറുകളുടെ തകർച്ച നിരവധി കുടിവെള്ള ജലസേചന പദ്ധതികളെയും പ്രതികൂലമായി ബാധിക്കും. കൃത്യമായി അതിൻ്റെ അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥിരമായിട്ട് ശാശ്വതമായിട്ടൊരു പരിഹാരമോ ഉണ്ടാവുന്നില്ല. അത്തരത്തിലൊരു സർക്കാർ തലത്തിലുള്ളൊരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയൂ. TCV ന്യൂസ്, മാള.